മാഡ് മാക്സ് ഡിംബക്ടോ ഇവൻ ഒരു റോബോട്ടാണ്. ഇവന്റെ പേരാണ് ഡ്രാഗോസ്. വീർ ദ റോബോ ബോയെ ഇവൻ ഇല്ലാതെയാക്കും. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവന്റെ കഥ അവസാനിപ്പിക്കും. ഈ റോബോയെ കൺട്രോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ ഗ്ലൗസ് കയ്യിലിട്ടാൽ അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് അണിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്തും അവൻ ചെയ്യും. ഒരു ഫോണിൽ കൂടി നീ എന്ത് കമാൻഡ് പറഞ്ഞാലും അവൻ അതനുസരിച്ചിരിക്കും. ബോസ്, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ബോസ്. എങ്ങനെയാണ് ജോലി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. Meow! You are genius, boss. She's right, boss. She's right. ബോസ്, ഈ സാധനം നല്ലവണ്ണം വർക്ക് ആകുന്നുണ്ട് ബോസ്. എനിക്ക് വീണ്ടും ഒരു കാര്യം മനസ്സിലായി. നീ ഒരു മണ്ടനാണ്. അല്ല ബോസ്, നിങ്ങൾ ഏറ്റവും വലിയ ജീനിയസ് ആണ് ബോസ്. മാഡ് മാക്സിന്റെ ക്ഷമ പരീക്ഷിക്കരുതോ. ഞാൻ വെരി വെരി മാഡ് ആണ്. വരൂ അങ്കിൾ, ഞാൻ നിങ്ങളെ ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് വിട്ടേക്കാം. ഒന്ന് നിക്ക്, വണ്ടി നിർത്ത്. താങ്ക് യു മക്കളെ, താങ്ക് യു വെരി മച്ച്. ഷെടാ, ഇതെന്താ? ഈ ഡ്രാഗോസ് ആരാണ്? ഇതേതാണ്ട് ഒരു മാഗ്നറ്റ് റോബോട്ട് ആയിരിക്കും. ചിണ്ടു, ആ ഹോർഡിംഗിൽ എഴുതിയേക്ക് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന്. അകിടം പകിടം ആലം ഫാലം ഇക്കിടം തികിടം ദം ദമാദം. ബോസ്, ബോസ്, റോബോ ബോയ് നമ്മുടെ പോസ്റ്ററിൽ തന്നെ ഉത്തരം എഴുതി വെച്ചിട്ട് പോയിരിക്കുകയാണ് ബോസ്. അവൻ നമ്മുടെ കൂടെ ഫൈറ്റിന് ഇല്ലെന്ന് തോന്നുന്നു. അവന് ഫൈറ്റിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല ബോസ്. അവൻ തീർച്ചയായിട്ടും ചെയ്യും. അവൻ അത് ചെയ്തേ പറ്റൂ. ഞാൻ അവനെ ഫൈറ്റ് ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയാണ്. കുറച്ചു മുമ്പ് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് നോക്കുമ്പോൾ സിറ്റിയിൽ പല സ്ഥലത്തും പല അപകടങ്ങളും സംഭവിക്കുന്നുണ്ട്. ഡ്രാഗോസ് എന്ന റോബോട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. സിറ്റി മൊത്തം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്രാഗോസ് പറയുന്നത് റോബോ ബോയ് ഫൈറ്റ് ചെയ്യാൻ വരാത്തതുവരെ അവൻ സിറ്റിയെല്ലാം നശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റോബോ ബോയ്, എത്രയും പെട്ടെന്ന് എന്റെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യ്, അല്ലെങ്കിൽ ഈ നഗരം മൊത്തവും ഞാൻ നശിപ്പിക്കും. ഒന്നും ഞാൻ ബാക്കി വെക്കില്ല. നീ ഒന്നും കൊണ്ടും വിഷമി